ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ OnePlusന്റെ 13 ഒരു കോമ്പാക്ട് സീരീസ് ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചൈനയിലെ സംഭവമൊക്കെ ഇറങ്ങി, അവിടെ 13T എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത് 13S ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ആമസോണിൽ അതിൻ്റെ എന്താ പറയുക ടീസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കോമ്പാക്ട് ഫോണാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ OnePlus 13 നമ്മുടെ ചൈനയിൽ സെയിൽസ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് 2300 കോടി 10 മിനിറ്റ് കൊണ്ട് സെയിലായിരുന്നു. അത്രയും ഫോൺസുകൾ 10 മിനിറ്റ് കൊണ്ട് സെയിലായി എന്നാണ് പറയുന്നത്. അത്രയും റെക്കോർഡ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് OnePlus 13T അല്ലെങ്കിൽ 13S കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് സ്പെക്സ് ഒന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്താ വെച്ചാൽ ഇപ്പോൾ കോമ്പാക്ട് ഫോണുകളൊക്കെ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതാണ് OnePlus 13R. ഇപ്പോൾ നമ്മുടെ OnePlus 13 സീരീസിലെ വൺ ഓഫ് ദ എന്താ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന, ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ റേഞ്ചിൽ വരുന്ന 40,000 റേഞ്ചിൽ വരുന്ന ഫോണാണ്. ഈ ഫോണിനാട്ടും ചെറുതായിരിക്കും നമ്മുടെ OnePlus 13S കിട്ടുക. അതായത് സ്ക്രീൻ 6.3 ഉണ്ടാവുള്ളൂ, 6.7 വരുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ക്യാമറയുടെ ഡിസൈനും ചേഞ്ചസ് ആണ്. അത് ഓൾറെഡി കണ്ടായിരിക്കും. ഞാൻ വേണമെങ്കിൽ പടം കൊടുക്കാം. ഓൾറെഡി നിങ്ങൾ കണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഏപ്രിൽ 28 ഇന്ത്യയിൽ ലോഞ്ച് ആവുന്ന പറഞ്ഞിട്ടുണ്ടാകുന്നത്. പക്ഷെ അതിപ്പോൾ പോസ്റ്റ്പോൺ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 185 ഗ്രാമാണ് ഇതിന് വെയിറ്റ് വരുന്നത്. 8.2 mm ആണ് തിക്നെസ്സും വരുന്നത് കേട്ടോ. ഫ്രണ്ടും ബാക്കൊക്കെ ഗ്ലാസ് തന്നെയാണ്. IP65 റേറ്റിംഗ് തന്നെയാണ് ഇതിനും വരുന്നത് പറയുന്നത്. അതൊരു ഡൗൺഗ്രേഡ് ആണ്. IP68 എന്തായാലും വേണ്ടതായിരുന്നു. LTPയുടെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz Dolby Vision HDR+ ഒക്കെ അതൊക്കെ സെയിം നമ്മുടെ 13R ഉണ്ട്. 1600 nits ആണ് നമുക്ക് ബ്രൈറ്റ്നസ് വരുന്നത് കേട്ടോ. 6.32 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ഇവരുടെ പ്രൊട്ടക്ഷൻ വരുന്നത് ക്രിസ്റ്റൽ ഷീൽഡ് ഗ്ലാസ് ആണ്. അതെനിക്ക് തോന്നുന്നത് OnePlusന്റെ സംഭവമാണ്. Android 15 ആണ് വരിക, OxygenOS 15. Qualcommന്റെ സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സറാണ് വരുന്നത്. അതാണ് അവിടെ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. OnePlus 13Rൻ്റെയും OnePlus 13ൻ്റെയും ഇടയിലായിരിക്കും ഈ സാധനം വരാൻ പോകുന്നത്. റൂമർ അനുസരിച്ച് ഇന്ത്യയിൽ വരാൻ പോകുന്നത് 53-54 റേഞ്ചായിരിക്കും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വിത്തൗട്ട് ഓഫർ 512 GB UFS 4.0 ആണ് വരുന്നത്. 50 മെഗാപിക്സലിലെ 2 സെൻസറാണ് വരാൻ പോകുന്നത്. 3 നല്ല 2 ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ക്യാമറ ഡൗൺഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ പറയുക, ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരാൻ പോകുന്നത്. അതും കുറച്ച് ഡൗൺഗ്രേഡ് ആണ്. പിന്നെ ബാക്കിയെല്ലാം നോർമൽ തന്നെ. നമ്മുടെ USB Type-C 2.0 തന്നെ വരാൻ പോകുന്നത്. അതും ഡൗൺഗ്രേഡ് ആണ്. NFC സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം നോർമൽ പോലെ തന്നെ. ബാക്കിയെല്ലാം ഫിംഗർ പ്രിൻറ്റ്, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ തന്നെയാണ്, ഒപ്റ്റിക്കൽ തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ ബ്ലാക്ക്, ഗ്രേ, പിങ്ക് ആണ് 3 കളറിൽ അവൈലബിൾ ആകാൻ പോകുന്നുണ്ട്. 2260 mAh ബാറ്ററിയാണ് വരാൻ പോകുന്നത്. ഇതിനായിട്ട് വലിയ ബാറ്ററി വരാൻ പോകുന്നുണ്ട്. ഇതിൽ 6000 ആണ്. 1200 mAh കൂടുതലുണ്ട്. നമ്മുടെ 18 വാട്ടിൻ്റെ PD ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 33 വാട്ടിൻ്റെ PPS ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 80 വാട്ടിൻ്റെ വയർ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 80 വാട്ട് ചാർജർ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കിട്ടും. ഇന്ത്യയിൽ എന്തായാലും കിട്ടും. 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർ. 5 വാട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിവ്യൂ. നമ്മുടെ റിവ്യൂ അല്ല, അതിൻ്റെ സ്പെക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമ്മുടെ 13Sൻ്റെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി പറയുന്നത്, നിങ്ങൾ ആക്ച്വലി 13S ലോഞ്ച് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി 13S എടുക്കുമെന്നാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ എന്താ പറയുക കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആക്ച്വലി വീഡിയോ വാങ്ങിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ പർസന് വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മളത് സെൽ ഔട്ട് ചെയ്യാണ്. അത് പറഞ്ഞപ്പോൾ ഓർത്തത് നമ്മൾ ആക്ച്വലി 13R സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓൾറെഡി നമ്മൾ വീഡിയോ മുമ്പ് ഇട്ടുണ്ടായിരുന്നു. ഇത് ഈ 12 GB 256 GB വേരിയൻ്റാണ്. ബ്ലാക്ക് ആണ്. 3 ആഴ്ച ആയിട്ടുള്ളൂ. നമ്മൾ എക്സ്റ്റൻഡഡ് വാറൻറ്റി എടുത്തിട്ടുണ്ട്. 2.3 years വാറൻറ്റി ഇപ്പോൾ ഇതിന് വരുന്നുണ്ട്. നമ്മുടെ OnePlusൻ്റെ തന്നെ സാൻഡ് സ്റ്റോൺ കേസും മാഗ്നറ്റിക് റിംഗ് സ്റ്റോൺ കേസും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. 35,000 രൂപയ്ക്ക് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് പീസ്, ഫുൾ ബോക്സ്, ഫുൾ ബില്ല് ആമസോണിൽ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാൻ പ്രൈമറി 2 ഫോണുകളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് മാത്രം. ഞാൻ പറഞ്ഞല്ലോ 3 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സംഭവമില്ല. നമുക്ക് ഇൻബിൽഡായിട്ട് സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാനൽ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു പുതിയ റിവ്യൂ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് വരും. അപ്പോൾ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആർക്കൊക്കെ ആക്ച്വലി OnePlus 13S ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ആരൊക്കെ അത് വാങ്ങിക്കും, ഇതിന് ആക്ച്വലി വീഡിയോ വേണം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്ത രൂപ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസോടെ ക്വാളിഫൈഡ് ആണ് കേട്ടോ. അടുത്ത വീഡിയോ കാണാം.